രാമന്തല. ഏതെല്ലാം കപ്പ കൃഷി ചെയ്തിട്ടുണ്ട്? ഏതെല്ലാം ഇനം കപ്പ കൃഷി? വിളവ് കൂടുതൽ നോക്കി പലതരവും കൃഷി ചെയ്തിട്ടുണ്ട്. വിളവ് കൂടുതൽ, കയ്പ് കുറവ്, തീറ്റയ്ക്ക് നല്ലത്, അങ്ങനെയൊക്കെ നോക്കി കൃഷി ചെയ്യാണ്. എല്ലാവർക്കും നമസ്കാരം. ഹൈറേഞ്ചിൽ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണത് കപ്പവാട്ട്. ഒരു കാലഘട്ടത്തിൽ ഏതാണ്ട് 4 നൂറ്റാണ്ട് മുമ്പ് ഹൈറേഞ്ചിൽ എമ്പാടും കപ്പവാട്ട് ഉത്സവ പ്രതീതിയോടുകൂടി നടത്തിയിരുന്നു. വർഷങ്ങളായിട്ട് തന്നെ കപ്പവാട്ട് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഏറെ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു ഉത്സവമാണ് കുഞ്ഞുട്ടി ചേട്ടന്. കുഞ്ഞുട്ടി ചേട്ടൻ എത്ര വർഷമായിട്ട് കപ്പവാട്ടിൽ ഏർപ്പെടുത്തുന്നുണ്ട്? ഞാൻ കപ്പവാട്ടിൽ ഒരു 15 വയസ്സ് മുതൽ. 15 വയസ്സ് തൊട്ട് കപ്പുണ്ട്. ഇവിടെ നാട്ടിലൊക്കെ ആയിട്ട്. അന്ന് നാട്ടിലെവിടെയായിരുന്നു? പാലാ, രാമപുരം. അന്ന് എന്തോരം സമയമൊക്കെ എടുക്കായിരുന്നു കപ്പവാട്ട്? എത്ര ദിവസമായിരുന്നു ഒരു നിൽക്ക് കപ്പ പറിച്ച? അന്ന് ഇതുപോലെ കുറേ ദിവസം പറിക്കാമല്ലോ. ഒന്നായിട്ട് പറിക്കും, ഒന്നായിട്ട് പണിയും. രാവിലെ തുടങ്ങിയാൽ എത്ര മണി വരെയൊക്കെ നിങ്ങളും? അത് നേരത്തെ നേരമൊക്കെ കഴിയും. ആണോ? എത്ര പേരൊക്കെ ഉണ്ടാവും അന്ന്? ഇപ്പോൾ ഇവിടുത്തെ പോലെ പാടൊന്നും ഉണ്ടായിരിക്കില്ല. കുറേ അകലെയായിരിക്കണം. കപ്പ കുറേ അകലെയായിരിക്കും. അത് പറിച്ച് ഓരോരുത്തർ കൂട്ടി അവിടുന്ന് വാട്ടിയിട്ട് പാട ചുമക്കണം. അതൊക്കെ ചുമട്ടുകാർ വേണം, ആണുങ്ങൾ തന്നെ വേണം. ചുമടൊക്കെ രാത്രിക്കായിരിക്കും. 15 വയസ്സിൽ കപ്പവാട്ട് ആരംഭിച്ചിട്ട് ഇപ്പോഴും കപ്പവാട്ട് നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് ഇവിടെ. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി പഞ്ചായത്തിലെ ഇതിലെ കമ്പിലൈൻ ഗ്രാമത്തിലാണ്. ഇത് ഏതിനും കപ്പയാ അച്ഛയ? രാമന്തല. ഏതെല്ലാം കപ്പ കൃഷി ചെയ്തിട്ടുണ്ട്? ഏതെല്ലാം ഇനം കപ്പ കൃഷി? വിളവ് കൂടുതൽ നോക്കി പലതരവും കൃഷി ചെയ്തിട്ടുണ്ട്. വിളവ് കൂടുതൽ, കയ്പ് കുറവ്, തീറ്റയ്ക്ക് നല്ലത്, അങ്ങനെയൊക്കെ നോക്കി കൃഷി ചെയ്യാണ്. നമുക്ക് 1 കിലോ കപ്പ, ഉണക്കക്കപ്പ കിട്ടണമെങ്കിൽ എത്ര കിലോ കപ്പ വാട്ടേണ്ടി വരും? 2.5 കിലോ, 3 കിലോ അടുത്ത് വേണ്ടി വരും. അതാ ഇവിടെ കപ്പ അരിയാനായിട്ട് കത്തികളൊക്കെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഇതിപ്പോ 2 തൊണ്ടും പൊളിച്ചിട്ടുള്ള കപ്പ ഉണ്ട്. ഇത് സാധാരണഗതിയിൽ ഇതൊരു തൊണ്ട്. അതിന് 2 തൊണ്ടുമ്പോൾ താമസമുണ്ട്. ഇത് എളുപ്പത്തിന് ഞങ്ങൾ ആരെയും കൂട്ടാറുള്ളത് തന്നെ പണിയും. കുറേ സമയം ഇങ്ങനെ ചരണ്ടും വാട്ടും, അരിയും വാട്ടും. അടുത്ത് പാറയുണ്ട്, ഇക്കും ഉണങ്ങും പാലും. കപ്പ ഉണക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് അല്ലേ? ഇപ്പൊ എത്ര ദിവസമായിട്ട് ഇപ്പൊ വാട്ടിക്കൊണ്ടിരിക്കുക? എത്ര വാട്ടി ഇതേ കപ്പ ഇങ്ങനെ ഉണക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച. ഈ കാഴ്ചയെല്ലാം അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ കപ്പവാട്ട് അന്യമാകുമ്പോൾ പ്രത്യേകിച്ച് കാട്ടുമൃഗ ശല്യമാണല്ലേ കപ്പ കൃഷി? അതെ അതെ. എന്തെല്ലാം മൃഗങ്ങളാ? പന്നി, കുരങ്ങ്, മുള്ളൻ, എലി, അതിനെല്ലാം അതിജീവിച്ചോണ്ടാണ്. കാട്ടുപോയി എല്ലാം അതിജീവിച്ചോണ്ടാണ് ഇപ്പൊ ഈ കപ്പവാട്ട് നടക്കുന്നത്. ഇറക്കി അടുപ്പാവുകൊണ്ട് കുറെയൊക്കെ കിട്ടുന്നു, ഒച്ച കിട്ടും. ബിജു, ഇപ്പൊ ഈ രാമന്തല എന്ന് പറയുന്ന ഈ കപ്പ എത്രത്തോളം വരെയൊക്കെ ഉണ്ടാവും? ഒരു നല്ല ഇതാണ്, വിളവാണ്. പച്ചക്ക് തിന്നാനും ഉണക്ക് തിന്നാനും നല്ലതാണ്. ഒരു ചൂട് കപ്പ എന്തോരം ഉണ്ടാവും? ഒരു 15 കിലോ പച്ചക്കപ്പൊക്കെ സുഖമായിട്ടുണ്ടാവും. പിന്നെ അത് കാട്ടുപന്നി വന്നു കഴിഞ്ഞാൽ അത് എല്ലാം അതിന്റെ മേളിൽ നിന്ന് കൂടി തിന്നച്ചു പോകണം. കാരണം തീരെ മോശമായി പോകും. ഓ ശരി ശരി. എലി ശല്യം ഉണ്ടോ? എലി ശല്യം കുറവായി. ഇതിനെ പിടിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷെ കാട്ടുപന്നി മുള്ളനാണ് ഒരു രക്ഷയില്ലാത്തത്. അപ്പൊ ഇന്നിപ്പോ വാട്ടാനായിട്ട് എന്തോരം കപ്പ പറിച്ചിട്ടുണ്ട്? തീരുന്ന ഭാവം അത്. ആണോ? കപ്പ തീരുവാണ്. ഈ വർഷം കപ്പ പറിച്ച് തീർവാ. എവിടെ ഇത് ഉണക്കാനിടുന്നത്? തൊട്ടപ്പുറം പാറയുണ്ട്, അടുത്ത് തന്നെ പാറ. നമുക്കൊന്ന് പോയി നോക്കാം. എന്താ ബിജുവിന്റെ കയ്യിലുള്ളത്? ഇത് കപ്പ പറിക്കാനായിട്ട് എളുപ്പത്തിൽ കപ്പ പറിച്ചെടുക്കാവുന്ന ഒരു സാധനമാണ്. ഇതുകൊണ്ട് എങ്ങനെയാ പറിക്കുന്നത്? ഞാൻ ഇത് ഇരുമ്പാണല്ലേ? ഇരുമ്പ് കമ്പിയില് 2 കപ്ലിങ് എല്ലാം പിടിപ്പിച്ച് അല്ലേ? അതെങ്ങനെയാ? അതെ, ഇങ്ങനെ ഇട്ടങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ പൊങ്ങി പോരും. പറിക്കണം. ഓ ശരി. കിഴങ്ങ് മുറിഞ്ഞു പോകാതെ പറഞ്ഞു പോരും. ഓ, ഒത്തിരി ആയാസമില്ലാതെ പറിക്കുകയും ചെയ്യാം. അത് കാണട്ടെ, ആ സംവിധാനം ഒന്ന് കാണട്ടെ. 2 ഇത് കഴിഞ്ഞ വർഷം കപ്പ പറിക്കാൻ നേരത്ത് ചുമ്മാ തോന്നിയ ഒരു ഐഡിയ. അന്നേരം മുഴുത്തൊരു കമ്പിയാണെങ്കിൽ എളുപ്പം ഉണ്ടായിരുന്നു. അതായത് ഒരു കമ്പി ഇല്ലാത്ത കാരണം 2 കമ്പി വെച്ച് വെൽഡ് ചെയ്തേക്കുന്നല്ലേ? വണ്ണം കൂടി തെലിടും, വണ്ണം കുറഞ്ഞ് തെലിടും. പറഞ്ഞു വരും. അപ്പോൾ കപ്പ പറിക്കാനുള്ള യന്ത്ര സംവിധാനം. ഇവിടെ ഒരു പാറയുണ്ട്. ഈ പാറയുടെ താഴ്വാരത്തിലെല്ലാം നിറച്ച് കപ്പയുണ്ടായിരുന്നു. ആ കപ്പയെല്ലാം പറിച്ച് കഴിഞ്ഞതാണ്. എവിടെ ഈ കപ്പ അത് ഇവിടെ ഉണക്കാനിട്ടിട്ടുണ്ടല്ലേ? ഇവിടെ ഇതാണ് കപ്പ അരിഞ്ഞ് ഉണക്കുന്ന പാറയല്ലേ? ഇതിപ്പോ എത്ര നാളായിട്ട് ഈ പാറപ്പുറത്ത് കപ്പ അരിഞ്ഞ് ഉണക്കാറുണ്ട്?
ഇവിടെ കപ്പയിട്ട ഇടുന്ന കാലം മുതൽ ഒരു ആ. 50 കൊല്ലമായിട്ട് ഇങ്ങനെ ഇവിടെ ഈ പാറയിലിട്ട് ഉണങ്ങുന്നത്. ഇവിടെ ഇടും. ദാ താഴെയുണ്ട് കുറെ പാറ. അത് ശരി. അപ്പോൾ ഓരോ പാറയിലും ഇങ്ങനെ കപ്പ നമുക്ക് കാണാൻ പറ്റും. ഈ വേനൽക്കാല കാഴ്ചയിൽ ഏറ്റവും സന്തോഷം തരുന്നൊരു കാഴ്ചയാണിത്. ഇത് ഇതിങ്ങനെ നിരന്ന ഭാഗത്തെല്ലാം കപ്പ ഇടും അല്ലേ? ഇവിടെ ഒരു 7:30 ആകുമ്പോഴത്തേക്കും വെയിൽ വരും. ഒരു 4:30 വരെ വെയിൽ. എത്ര ദിവസം ഉണക്കേണ്ടി വരും? 4 ദിവസം കൊണ്ട് ഉണങ്ങി വരാം. കപ്പ എന്താ ചെയ്യുന്നത്? നമ്മൾ വീട്ടാവശ്യത്തിനാണോ അല്ലെങ്കിൽ കൊടുക്കാറുണ്ടോ? കൊടുക്കാറുണ്ട്. എന്ത് ഈ വിലയ്ക്ക് അയൽവക്കത്തുള്ള വീടുകൾക്ക് ആവശ്യക്കാർക്ക് കൊണ്ടുപോകും. എന്ത് വിലയ്ക്ക് കൊടുക്കും? ഓരോ വർഷവും നമ്മളങ്ങനെ ഒരു വില പറയുന്നല്ലോ. ഓരോ വർഷവും ഈ കടവഴി കൊടുക്കുന്ന വില ആണ് നമ്മൾ തരുന്നത്. അതല്ലേ? 120 രൂപയൊക്കെ വില ഉണ്ടെന്ന് തോന്നുന്നു. 120, 120, 100, 120 ഒക്കെയാണ് പറയുന്നു. എത്രയാണെന്ന് കൃത്യമായിട്ടും അറിയത്തില്ല. ശരി. ഈ പാറപ്പുറത്തിട്ട് കപ്പ ഉണക്കുന്ന ഒരു കാഴ്ച. പനംകുട്ടി ഭാഗത്തുനിന്ന് ഈ മല കടന്ന് കുരങ്ങ് വന്ന് ഭയങ്കര ശല്യം ചെയ്യും. ഈ വർഷം വന്നില്ല. അതല്ല, അല്ലെങ്കിൽ കുരങ്ങിന്റെ ശല്യം. കുരങ്ങ് പനംകുട്ടി ഭാഗത്തുനിന്ന് കയറി വരും. കൂട്ടത്തോടെ ഇങ്ങ് വരുവാ. എന്നിട്ട് ഈ കപ്പ വാരിക്കൊണ്ട് പോകും? വാരിക്കൊണ്ട് പോകില്ല, കപ്പ പറിച്ചോണ്ട് പോകും. പറിച്ചോണ്ട് പോകും. മനുഷ്യർ പറിക്കുന്ന പോലെ മുകളിൽ നിന്ന് കിഴങ്ങും പറിച്ച് ഇങ്ങനെ കൈക്കുളക്കാലി വെച്ച്. ഈ തവണ വലിയ ശല്യം ഉണ്ടായില്ല. എല്ലാം വന്നില്ല. ഇപ്പൊ കപ്പ പറിച്ചിടമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇത് അടുത്ത വർഷത്തേക്കുള്ള വിത്ത് തണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നേ. എത്ര മുട്ട നടാറ്? ഇത് തീരെ ചെറിയ ഒരു 4 മുട്ടൊക്കെ കിട്ടുള്ളൂ. ഇത് നടന്ന് ഇങ്ങനെ ഉടലെടുത്താണോ നടാറ്? ഉടലെടുത്ത്. ഒരു ഉടലിൽ എത്രത്തോളം കപ്പ ഉണ്ടാവും? ഒരു 15-20 മുതൽ അതിന് മുകളിലോട്ട് പോവുള്ളൂ. 20 കിലോയ്ക്ക് മുകളിൽ. ഇടുക്കി ജില്ലയിലെ മുക്കുടം കമ്പിലൈനിൽ അമ്പാട്ട് ബിജുവും കുഞ്ഞുട്ടിച്ചേട്ടനും കപ്പവാട്ട് മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടപ്പെട്ടാലും വീട്ടാവശ്യത്തിനുള്ള കപ്പ, അതോടൊപ്പം തന്നെ പരിസരവാസികൾക്ക് കൊടുക്കാനുള്ള കപ്പ എല്ലാം ഇവർ ഉൽപ്പാദിപ്പിക്കുകയും സംസ്കരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഒരുപാട് സന്തോഷകരമായൊരു കാഴ്ചയാണിത്.